ബൈബിളിലൂടെ തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡില് മർക്കോസിന് സുവിശേഷം 8-ാം അധ്യായം 34 മുതൽ 38 വരെ വാക്യങ്ങൾ നമ്മൾ പഠിക്കാൻ ആരംഭിച്ചു. അവിടെ നാം കാണുക ശിഷ്യത്വം നേരിടുന്ന വെല്ലുവിളിയെക്കുറിച്ചാണ്. നാം കഴിഞ്ഞ എപ്പിസോഡിൽ ഈശോ പറയുന്നതായി നാം കേട്ടു. ഈശോയുടെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിക്കണം, സ്വന്തം കുരിശുമെടുത്ത് ഈശോയുടെ പിന്നാലെ പോകണം. എന്റെ പിന്നാലെ വരിക. എങ്ങനെയാണ് എന്റെ പിന്നാലെ വരിക? സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത്, സ്വന്തം കുരിശുമെടുത്ത് കൊലക്കളത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കണം എല്ലാ ക്രിസ്തു ശിഷ്യന്മാരും എന്ന് പറഞ്ഞ ശേഷം അങ്ങനെ നിർദ്ദേശിക്കാൻ എന്താണ് കാരണമെന്ന് ഇവിടെ വിശദീകരിക്കുകയാണ്. കൊലക്കളത്തിലേക്കുള്ള യാത്രയിൽ നഷ്ടമാകുന്ന ഒരാളുടെ ജീവനല്ല, മറിച്ച് ഈ ലോക ജീവിതമാണ്. ഈ ലോകത്തിലെ ജീവൻ നടത്താൻ തയ്യാറുള്ളവർ നിത്യജീവൻ അവകാശപ്പെടുത്തും എന്നാണ് ഈശോ പറയുക. വൈരുദ്ധാത്മകമായ ഒരു പ്രസ്താവനയാണിത്. 8:35 ജീവൻ സ്യുക്കെ ഗ്രീക്കില് സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. സ്വന്തം ജീവൻ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അത് നഷ്ടപ്പെടുത്തും. ഇതിനാണ് നമ്മൾ വൈരുദ്ധ്യാത്മകത എന്ന് പറയുക. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുക, അങ്ങനെ നിത്യജീവൻ കൈവശപ്പെടുത്തുക. ഈശോയെ ശ്രമിച്ച യഹൂദരും മറ്റുള്ളവരും ഈ പ്രസ്താവന എങ്ങനെ ഗ്രഹിച്ചു എന്ന് നമുക്കറിയില്ല. എന്നാൽ ആദിമ ക്രൈസ്തവർക്ക് ഇതിന്റെ അർത്ഥം പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിഞ്ഞു. കാരണം ക്രിസ്തീയ വിശ്വാസത്തിന്റെ പേരിൽ അവർക്ക് മരണം അഭിമുഖീകരിക്കേണ്ടി വന്നു, പീഡനം അഭിമുഖീകരിക്കേണ്ടി വന്നു. ആ അവസരങ്ങളിൽ അവർക്ക് ഏറ്റവും എളുപ്പമായിരുന്നത് ഞാൻ ക്രിസ്തുവിനെ അറിയില്ല, ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്നൊറ്റ വാക്ക് പറഞ്ഞാൽ അവർക്ക് ഇവിടുത്തെ ജീവൻ ലഭിക്കും. എന്നാൽ അതുവഴി അവർക്ക് നഷ്ടമാകുന്നത് നിത്യജീവനാണ്. പീഡനങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ, മതപീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ ആ അപകടങ്ങൾ ഒഴിവാകും. എന്നാൽ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ പഠനങ്ങളനുസരിച്ച് ജീവിതം ക്രമീകരിച്ചാൽ നമ്മൾ ചിലപ്പോൾ അപകടങ്ങൾ വിളിച്ചു വരുത്തും. ആദിമ ക്രൈസ്തവർ ശരിക്കും മനസ്സിലാക്കി. റോമൻ ഭരണാധികാരികള് കുരിശിലേറ്റ് വധിച്ച യേശുവിൽ വിശ്വസിക്കുന്നത് തന്നെ അവഹേളനമായിരുന്നു ആദിമ ക്രൈസ്തവർക്ക്. ആ അവഹേളനം സഹിച്ചുകൊണ്ട്, സ്വയം പരിത്യജിച്ചുകൊണ്ട് ആ വിശ്വാസം ഉറച്ചു നിന്നാൽ നിത്യജീവൻ കൈവശമാക്കുവാൻ കഴിയുമെന്നാണ് സുവിശേഷകൻ ഇവിടെ പറയുക. വൈരുദ്ധാത്മകമായി തോന്നുന്ന ഈ പ്രസ്താവന ജീവൻ നഷ്ടപ്പെടുത്തുക, നിത്യജീവൻ പ്രാപിക്കുക, അല്ലെങ്കിൽ ഈ ലോകം സമ്പാദിച്ചെടുക്കുക, നിത്യജീവൻ നഷ്ടപ്പെടുത്തുക, അത് സമാന്തര സുവിശേഷങ്ങളെല്ലാം ഉള്ളതുപോലെ യോഹന്നാന്റെ സുവിശേഷത്തിലുമുണ്ട്. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 39-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സ്വന്തം ജീവൻ കണ്ടെത്തുന്നവർ അത് നഷ്ടപ്പെടുത്തും, എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും. അതിന് സമാനമായി ലൂക്കായുടെ സുവിശേഷം 17:33 തന്റെ ജീവൻ നിലനിർത്താൻ പരിശ്രമിക്കുന്നവർ അത് നഷ്ടപ്പെടുത്തും, എന്നാൽ തന്റെ ജീവൻ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നവർ അത് നിലനിർത്തും. യോഹന്നാന്റെ സുവിശേഷം 12:25 തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു, ഈ ലോകത്തിൽ തന്റെ ജീവൻ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കും. മർക്കോസിന്റെ സുവിശേഷം 8:35 ആധികാരികതയെപ്പറ്റി വ്യാഖ്യാതാക്കളുടെ ഇടയിൽ പലവിധ അഭിപ്രായങ്ങളുണ്ട്. ഈ വാക്യം മുഴുവൻ ഈശോയുടെ അധരങ്ങളിൽ നിന്ന് വരുന്നതാണ് എന്ന് ധാരാളം വ്യാഖ്യാതാക്കള് പ്രസ്താവിക്കുന്നുണ്ട്.
വിശ്വസിക്കുന്നുണ്ട്, അഭിപ്രായപ്പെടുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നവരുണ്ട്. ഈ വാക്യത്തിലെ സുവിശേഷത്തെ പ്രതി എന്നത് പിന്നീട് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ് എന്ന് ചിലർ പറയുമ്പോൾ അതല്ല, ഈശോയെ പ്രതി എന്നത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണെന്ന് ചിലർ പറയും. ഒരു പഴഞ്ചൊല്ലായി നിലനിന്നിരുന്ന ഈ വാക്യത്തെ ക്രിസ്തുവൽക്കരിച്ച് വലുതാക്കി ഇപ്പോഴത്തെ രീതിയിലാക്കിയതാണ് എന്ന് വേറെ ചിലർ പറയുന്നു. മതപീഡനം അനുഭവിച്ചിരുന്ന റോമിലെ വിജാതി ക്രൈസ്തവർക്ക് പ്രചോദനവും പിന്തുണയും നൽകുവാൻ വേണ്ടി സുവിശേഷൻ കൂട്ടിച്ചേർത്തതാണ് എന്ന് വിചാരിക്കുന്ന, അഭിപ്രായപ്പെടുന്ന ആളുകളുമുണ്ട്. ജീവൻ രക്ഷിക്കണമോ അതോ നശിപ്പിക്കണമോ, അതാണ് ഓരോ ക്രൈസ്തവനും ഓരോ ക്രൈസ്തവ വിശ്വാസിയും ചിന്തിക്കേണ്ട കാര്യം. ഒരാൾക്ക് സുവിശേഷം സ്വീകരിച്ച് അതിന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ജീവിക്കാം. അപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും, അപകടങ്ങൾ നേരിടേണ്ടി വരും. അതാണ് ആദ്യം ക്രൈസ്തവർ അനുഭവിച്ചത്. അവർക്ക് അനുദിന ജീവിതത്തിൽ ഈശോയുടെ പഠനമനുസരിച്ച്, പ്രബോധനമനുസരിച്ച് ജീവിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അവരുടെ വിശ്വാസത്തെ വെല്ലുവിളിച്ചപ്പോൾ, ആ വെല്ലുവിളി സ്വീകരിച്ച് ഈ ലോക ജീവൻ നഷ്ടപ്പെടുത്താൻ തയ്യാറായാൽ അവർക്ക് നിത്യജീവൻ അവകാശമാകുമായിരുന്നു എന്ന് അവർക്കറിയാം. ചിലരെല്ലാം ആ മതപീഡനത്തിൽ ക്രൈസ്തവ വിശ്വാസത്തെ നിഷേധിച്ചു പറഞ്ഞ്, ക്രിസ്തുവിനെ അറിയില്ല എന്ന് നിഷേധിച്ച് പറഞ്ഞ് ഈ ലോക ജീവിതത്തെ സംരക്ഷിച്ചു. അപ്പോൾ അവർക്ക്, നമുക്ക് മനസ്സിലാവുന്നേക്കാൾ എളുപ്പത്തിൽ അവർക്ക് മനസ്സിലായി, സ്വന്തം ജീവൻ രക്ഷിക്കുന്നവൻ നിത്യജീവൻ നഷ്ടപ്പെടുത്തും. നിത്യജീവന് വേണ്ടി ഈ ലോകം നഷ്ടപ്പെടുത്തുന്നത് അതാണ് ബുദ്ധി എന്നാണ് സുവിശേഷകൻ നമ്മളോട് പറഞ്ഞു വെക്കുക. 36-37 വാക്യങ്ങൾ ഒരുമിച്ച് പോകുന്നതാണ്. ഇവിടെയും വൈരുദ്ധ്യാത്മകതയാണ് തെളിഞ്ഞു നിൽക്കുന്നത്. ഒന്ന് നേടുമ്പോൾ മറ്റൊന്ന് നഷ്ടപ്പെടുന്നു. തിരിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അതിന് സാധിക്കാതെയും വരുന്നു. വ്യാപാര മേഖലയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. ലാഭം, ആദായം, നഷ്ടം, വച്ചുമാറൽ, ഈ പദങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് സുവിശേഷകൻ പറയുക. ലോകസമ്പത്ത് നേടാനുള്ള പരിശ്രമത്തിലും വ്യഗ്രതയിലും സ്വയം നഷ്ടമായാൽ അതുകൊണ്ട് ലാഭമോ ആദായമോ ഇല്ല. അതിന് പകരം ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത് മറ്റൊന്നാണ്. ഈ ലോകത്തിലെ ചെറിയ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് നിത്യജീവിതത്തിലേക്കായി ലാഭവും ആദായവും സമ്പാദിക്കുക. ജീവന്റെ രണ്ടർത്ഥങ്ങളെക്കുറിച്ച് പരാമർശിച്ച ശേഷമാണ് ഈ വാക്യങ്ങളിൽ ജീവനെയും ലോകത്തെയും താരതമ്യം ചെയ്യുന്നത്. ഒരുവൻ ഈ ലോകത്തിലെ സമ്പത്തെല്ലാം സ്വന്തമായിട്ടുണ്ടെങ്കിൽ പോലും ഈ സമ്പത്ത് കൊണ്ട് നിത്യജീവൻ കൈവശമാക്കാൻ കഴിയുകയില്ല. ഈ ലോകത്തിലെ സമ്പന്നരുടെ ലിസ്റ്റ് പലപ്പോഴും പത്രങ്ങൾ വരുന്നതാണ്, മാധ്യമങ്ങൾ വരുന്നതാണ്. ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഇനിയാളാണ് ബിൽ ഗേറ്റ്സ്. വർഷങ്ങളായി കമ്പ്യൂട്ടറിന്റെ, മൈക്രോസോഫ്റ്റിന്റെ ആള് വർഷങ്ങളായി ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് എന്ന് ലിസ്റ്റിലൂടെ വരാറുണ്ട്. അതുപോലെ സമ്പത്തുള്ള ധാരാളം പേരുണ്ട്. ആ സമ്പത്ത് കൊണ്ട് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുകയില്ല എന്നാണ് സൂചിപ്പിക്കുക. നമുക്കറിയാം, ബിൽ ഗേറ്റ്സ് തന്റെ സമ്പത്തിന്റെ നല്ല ഭാഗം പാവങ്ങളുടെ സഹായത്തിന്, പ്രത്യേകിച്ച് HIV എയ്ഡ്സ് രോഗികളെ സഹായിക്കാൻ ആഫ്രിക്കയിലും ഏഷ്യയിലെല്ലാം ചെലവഴിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന് ഈ ലോകത്തിലെ സമ്പത്തിന്റെ ആ മൂല്യം എത്രമാത്രമുണ്ടെന്നും അത് നിത്യജീവനിലേക്ക് ഉള്ള വഴിയാക്കി മാറ്റുന്നത് എങ്ങനെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം ഇന്നത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ചാരിറ്റബിൾ സൊസൈറ്റിക്ക്, ഫൗണ്ടേഷന് അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി തയ്യാറായിട്ടുണ്ടെന്നുള്ളത് നല്ല കാര്യമാണ്. യേശു പറയുന്നതാണ്, ഈ ലോകത്തിലെ സമ്പത്ത് മുഴുവൻ ഉണ്ടായാലും അതുവഴി നിത്യജീവൻ കൈവശമാക്കാൻ നമുക്ക് കഴിയുകയില്ല. നിത്യജീവൻ തുല്യമായ മൂല്യമുള്ളതൊന്നും ഈ ലോകത്തിലില്ല. സങ്കീർത്തനം 49:7-9 വാക്യങ്ങൾ ഈശോയുടെ മനസ്സിലുണ്ടായിരുന്നിരിക്കാം എന്ന് ഇങ്ങനെ പ്രസ്താവിച്ചപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം എന്നാണ് വ്യാഖ്യാതാക്കൾ പറയുക. സ്വതന്ത്രമായി നിലകൊണ്ടിരുന്ന 2 പഴഞ്ചൊല്ലുകൾ ഇവിടെ ഉപയോഗപ്പെടുത്തിയിരിക്കുകയാണെന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ലോകം മുഴുവൻ നേടുക, നിത്യജീവൻ നഷ്ടമാക്കുക. ഒരു പ്രസ്താവന. ലോകം മുഴുവൻ നേടുക, നിത്യജീവൻ നഷ്ടമാക്കുക. ലോകം നഷ്ടമാക്കിയിട്ട് നിത്യജീവൻ കരസ്ഥമാക്കുക. നഷ്ടവും ലാഭവും. ലോകം മുഴുവൻ നേടുക, നിത്യജീവൻ
ഇതിൽ രണ്ടാമത്തെ വഴിയാണ് ജീവന്റെ വഴിയായിട്ട് ഈശോ കാണിച്ചു കൊടുക്കുക. അതാണ് സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈശോയെ നിഷേധിച്ച ശേഷം ഭൗമിക സമ്പത്തിന് പിന്നാലെ പോകുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമായിരിക്കുമെന്നാണ് 36-37 വാക്യങ്ങളിൽ പറയുക. 8:38 അവിശ്വസ്തർക്ക് എതിരായ ഒരു മുന്നറിയിപ്പ് നമുക്ക് കാണാം. 8:38 വാക്യത്തിൽ ഒരു മുന്നറിയിപ്പുണ്ട്. വ്യഭിചരിക്കുന്നതും പാപം നിറഞ്ഞതുമായി തലമുറയിൽ എന്നെ പ്രതിയോ എന്റെ വചനത്തെ പ്രതിയോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ മാലാഖമാരോട് വരുമ്പോൾ ലജ്ജിക്കും. ഈശോയെ തള്ളിപ്പറയുന്നവർക്ക്, ഈശോയെ ലജ്ജിക്കുന്നവർക്ക് വരാൻ പോകുന്ന അവസ്ഥയെപ്പറ്റിയാണ് ഇവിടെ പറയുക. ഈശോയെപ്പറ്റി ലജ്ജിക്കുക എന്ന് പറഞ്ഞാൽ പരസ്യമായി ക്രിസ്തീയ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കേണ്ട അവസരം വരുമ്പോൾ ആ തള്ളിപ്പറയുക, ആ ക്രിസ്തീയ വിശ്വാസം മുറുകെ പിടിക്കാതെ ആ തള്ളിപ്പറയുക, ആ ക്രിസ്തീയ വിശ്വാസം പ്രഘോഷിക്കാൻ തയ്യാറാകാതെ അതിനെ തിരസ്കരിക്കുക. അങ്ങനെ തിരസ്കരിച്ചാൽ അവസാന ദിവസം അവരും തിരസ്കരിക്കപ്പെടും എന്ന കാര്യമാണ് ഇവിടെ പറയുക. മർക്കോസ് 8:38 പ്രസ്താവന മത്തായി 16:27 മറ്റൊരു വിധത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായിയുടെ അവതരണത്തിൽ അത് മുന്നറിയിപ്പല്ല, പ്രത്യേക ആശ്വാസം പകരുന്ന ഉറപ്പാണ്. ഒരു താക്കീതും വാഗ്ദാനവുമായി ഇതേ ആശയം മത്തായിയും ലൂക്കായും, മത്തായിയുടെ 10:32-33, ലൂക്ക 12:8-9 അവതരിപ്പിക്കുന്നുണ്ട്. ആദിമസഭയിൽ ക്രൈസ്തവരെ ആശ്വസിപ്പിക്കുവാനും അവർ വിശ്വാസം ഉറച്ചു നിൽക്കാൻ വേണ്ടി സുവിശേഷകൻ ഇങ്ങനെ അവതരിപ്പിച്ചതായിരിക്കാമെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. ഈശോയുടെ അധരങ്ങളിൽ നിന്ന് തന്നെ വന്ന വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ ആശ്വാസവും ഈ പ്രോത്സാഹനവും ഉള്ളത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് കരുതാം, വിശ്വസിക്കാം. ഈശോയെ പ്രതിയും അവിടുത്തെ സുവിശേഷത്തെ പ്രതിയും ലജ്ജിക്കുക എന്നതിന്റെ അർത്ഥം സുവിശേഷം പ്രസംഗിക്കാൻ തയ്യാറാകാതിരിക്കുക, ക്രിസ്ത്യ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഈശോയെ നിഷേധിക്കുക, ആ വിശ്വാസം മുറുകെ പിടിക്കാതിരിക്കുക. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ 1:14 പറയുന്നുണ്ട്, സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. അദ്ദേഹം ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈശോയെ പ്രസംഗിക്കാൻ അദ്ദേഹം എന്നും തയ്യാറാണ്, അത് പിന്നോട്ട് പോകാൻ അദ്ദേഹം ഒരിക്കലും മനസ്സുവെക്കുകയില്ല. അങ്ങനെ ഈശോയെ പ്രഘോഷിക്കാൻ മനസ്സുവെക്കാതിരുന്നാൽ, ഈശോയെ ലജ്ജിച്ചാൽ തീർച്ചയായും ഈശോ തന്റെ മഹത്വത്തിൽ വരുമ്പോൾ അവരെ പറ്റിയും ലജ്ജിക്കും, അവരെ തള്ളിപ്പറയും. 38 വാക്യത്തിലെ ആദ്യ ഭാഗം വ്യഭിചരിക്കുന്നതും പാപം നിറഞ്ഞതുമായി തലമുറ എന്നത് മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമേ കാണുന്നുള്ളൂ, മറ്റു സുവിശേഷങ്ങളില്ല. മറ്റവസരങ്ങളിൽ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. മിശിഹ എന്ന നിലയിൽ താൻ ഏറ്റെടുക്കുവാനിരിക്കുന്ന ദൗത്യം എന്തായിരിക്കുമെന്ന് പറഞ്ഞ ശേഷമാണ് ശിഷ്യത്വത്തിന്റെ വെല്ലുവിളികളെ പറ്റി ഈശോ പറയുന്നത്. കുരിശിൽ മരിക്കേണ്ടവനാണ് മിശിഹ എന്നതിനാൽ മിശിഹായുടെ അനുയായികളും അവിടുത്തെ സഹനത്തിന്റെ വഴിയിലൂടെ നടക്കേണ്ടവരാണ് എന്നാണ് ഈശോ ഉദ്ദേശിക്കുക. ഈശോ ഉദ്ദേശിച്ച ശിഷ്യന്മാർ ആരായിരുന്നു എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. പുതിയ നിയമത്തിൽ ഈശോയുടെ ശിഷ്യന്മാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമിയിൽ ജീവിച്ച ഈശോയുടെ പ്രത്യേകം കൂറും ആഴത്തുള്ള ബന്ധവും സ്ഥാപിച്ചവരെയാണ്. ശിഷ്യത്തിന്റെ വെല്ലുവിളികൾ ഏവയെന്ന് കാണാൻ ശ്രമിക്കുന്ന വേളയിൽ ശിഷ്യത്തിന്റെ വിവിധ മാനങ്ങൾ ഒന്നും കൂടി കാണുന്നത് ഉചിതമാണ്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 10 കാര്യങ്ങൾ ശിഷ്യത്തിന്റെ മാനങ്ങളായി നമ്മൾ നേരത്തെ കണ്ടതാണ്. ഒരിക്കൽ കൂടി കാണാം. ശിഷ്യത്തിന്റെ വെല്ലുവിളികളെ പറ്റി പറയുമ്പോൾ കോൾ ഫ്രം ജീസസ്, ആദ്യത്തെ കാര്യം ഈശോയിൽ നിന്ന് വെളി സ്വീകരിക്കുക. കോൾ ഫ്രം ജീസസ്. ബ്രേക്ക് വിത്ത് ദ പാസ്റ്റ്, പഴയതുമായുള്ള ബന്ധം വേർപെടുത്തുക. നമുക്കറിയാം ആദിമ ശിഷ്യന്മാരുടെ ആ വിളിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവർക്ക് ആദ്യത്തെ കാര്യം ശിഷ്യത്വം കിട്ടിയതെങ്ങനെയാണ്? ഈശോയിൽ നിന്ന് വിളി ലഭിച്ചു. കോൾ ഫ്രം ജീസസ്. ബ്രേക്ക് വിത്ത് ദ പാസ്റ്റ്. അവര് പത്രോസും അന്ത്രയോസും അതുപോലെ യോഹന്നാനും യാക്കോബും അതുവരെയുള്ള ജീവിതം അതിൽ നിന്ന് വേർപെട്ട് ആ ബ്രേക്കിംഗ് വിത്ത് ദ പാസ്റ്റ് അവർ ഈശോയോട് പോവുകയാണ്.
അതാണ് ശിഷ്യത്വത്തിന് വേറൊരു മാനം. കോൾ ഫ്രം ജീസസ്, ബ്രേക്ക് വിത്ത് ദ പാസ്റ്റ്, സെൽഫ് ഡിനയൽ, സ്വയം പരിത്യാഗം. നമ്മളതിനെപ്പറ്റി കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. സ്വയം പരിത്യാഗം അത് വ്യക്തിത്വത്തെ നിഷേധിക്കലല്ല, സ്വാർത്ഥതയെ നിഷേധിക്കലാണ് എന്ന് മനസ്സിലാക്കുക. അത് നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കേണ്ടതല്ല, പോസിറ്റീവ് ആസ്പെക്ട് തന്നെയാണ്. സ്വന്തം കുരിശുമെടുത്ത് പിന്നാലെ പോവുക. ക്യാരി വൺസ് ഓൺ ക്രോസ്, ക്യാരി വൺസ് ഓൺ ക്രോസ്. അതും ശിഷ്യത്തിന്റെ മാനമാണ്. സ്വയം പരിത്യജിക്കാനും കുരിശും ചുമന്ന് ഈശോയുടെ പിന്നാലെ പോകാൻ കഴിയുന്നവർക്ക്, തന്മസുള്ളവർക്ക് മാത്രമേ ഈശോ ശിഷ്യരാകാൻ കഴിയൂ. ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്, ഈശോയുമായി നീണ്ടു നിൽക്കുന്ന ബന്ധം പുലർത്തുന്നവരാണ് ഈശോയുടെ ശിഷ്യന്മാര്. ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്. ആക്റ്റീവ് പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ, ഈശോയെയും സുവിശേഷത്തെയും സജീവമായി പ്രഘോഷിക്കുക. അതും ശിഷ്യത്വത്തിന്റെ ഒരു മാനമാണ്. ഞാൻ ശിഷ്യനാണെന്ന് പറഞ്ഞിട്ട് ഈശോയെ പറ്റി മിണ്ടാതിരുന്നാൽ, സുവിശേഷത്തെ പ്രഘോഷിക്കാതിരുന്നാൽ, ആ ക്രിസ്തീയ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കാതിരുന്നാൽ അത് ശിഷ്യനാവുകയില്ല, അത് ശിഷ്യത്വത്തിന്റെ ഒരു മാനമായിരിക്കുകയില്ല. ഈശോയിൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. റിസീവ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ജീസസ്. ഡിസൈപ്പിൾ, ഒരു ശിഷ്യനാകുന്ന ആള് എന്നും ഗുരുവിന്റെ പക്കൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിക്കും. ഈശോയിൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക, അതിന് തയ്യാറാവുക. ഗുരുവിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ആ സുവിശേഷ പ്രഘോഷണമായി മുന്നോട്ട് പോകുക. റെഡി ടു ഫേസ് പെർസിക്യൂഷൻ, മതപീഡനം അഭിമുഖീകരിക്കാൻ തയ്യാറാവുക. ഒരു ശിഷ്യൻ ചെയ്യേണ്ടതാണ്. റെഡി ടു ഫേസ് പെർസിക്യൂഷൻ. ബിക്കമിങ് പെർഫെക്റ്റ് ഈസ് ദ ഗോൾ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. പരിപൂർണനാകുവാൻ ലക്ഷ്യം വെക്കുക. അതാണ് ശിഷ്യത്വത്തിന്റെ ഒരു പ്രധാന മാനം. പരിപൂർണരാകുക. യേശുവിന്റെ പിന്നാലെ പോയി യേശുവിന് ശിഷ്യരാകുന്നത് പരിപൂർണരാകാൻ വേണ്ടിയാണ്. ബിക്കമിങ് പെർഫെക്റ്റ് ഈസ് ദ ഗോൾ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. വീണ്ടും അവസാനത്തെ മാനമായി പറയുക, ലവ് ഈസ് ഐഡന്റിറ്റി കാർഡ് ഓഫ് എ ഡിസൈപ്പിൾ. ഒരു ശിഷ്യന്റെ ഐഡന്റിറ്റി കാർഡാണ്, തിരിച്ചറിയൽ കാർഡാണ് സ്നേഹം. 10 കാര്യങ്ങൾ ഈശോയുടെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നവര് അറിഞ്ഞിരിക്കേണ്ടതാണ്. 1, കോൾ ഫ്രം ജീസസ്. ഈശോയിൽ നിന്ന് വിളി സ്വീകരിക്കണം. ഈശോയിൽ നിന്ന് വിളി സ്വീകരിക്കണം. പഴയതുമായുള്ള ബന്ധം വേർപെടുത്തണം. ബ്രേക്ക് വിത്ത് ദ പാസ്റ്റ്. സെൽഫ് ഡിനയൽ, സ്വയം പരിത്യാഗം. ക്യാരി വൺസ് ഓൺ ക്രോസ്, സ്വന്തം കുരിശെടുത്ത് പോവുക. ലൈഫ് ലോങ് റിലേഷൻഷിപ്പ് വിത്ത് ജീസസ്, നീണ്ട ബന്ധം, ഈശോയുമായുള്ള ദീർഘകാലത്ത് നീണ്ട ബന്ധം, ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ബന്ധം. ആക്റ്റീവ് പ്രൊക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ ആൻഡ് ഓഫ് ജീസസ്, സജീവമായി ഈശോയെയും സുവിശേഷത്തെയും പ്രഘോഷിക്കുക. ഈശോയിൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക. റിസീവ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ജീസസ്. മതപീഡനത്തെ അഭിമുഖീകരിക്കുവാൻ തയ്യാറാവുക. റെഡി ടു ഫേസ് പെർസിക്യൂഷൻ. ബിക്കമിങ് പെർഫെക്റ്റ് ഈസ് ഗോൾ ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. പരിപൂർണനാകുക എന്നുള്ളതാണ് ഈശോയുടെ ശിഷ്യരാകാൻ പോകുന്നവർക്കുള്ള ജീവിത ലക്ഷ്യം. പരിപൂർണരാകുക. ഈശോയുടെ ശിഷ്യരാകുന്നവരുടെ തിരിച്ചറിയൽ കാർഡ് എന്താണ്? ലവ് ഈസ് ദ ഐഡന്റിറ്റി കാർഡ് ഓഫ് എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. സ്നേഹമാണ് തിരിച്ചറിയൽ കാർഡ്. യേശു ശിഷ്യന്റെ തിരിച്ചറിയൽ കാർഡ് സ്നേഹമാണ്. ഈ 10 മാനങ്ങളും യേശുവിന്റെ ശിഷ്യന്മാരെ കാണേണ്ടതാണ്. യേശുവിൽ നിന്നും വിളി സ്വീകരിച്ച് പഴയതിനെ വിട്ടുമാറി സ്വയം പരിത്യാഗത്തിലൂടെയും സ്വന്തം കുരിശ് വഹിച്ചുകൊണ്ട് പിന്നാലെ പോവുകയും ഈശോയുമായി ജീവിതകാലം മുഴുവൻ ബന്ധം പുലർത്തുകയും ഈശോയെ പ്രഘോഷിക്കുകയും പീഡനങ്ങൾ സഹിക്കാൻ തയ്യാറാവുകയും പരിപൂർണതയ്ക്കായി കാക്ഷിക്കുകയും അനുദിന ജീവിതത്തില് സ്നേഹം പാലിക്കുകയും ചെയ്യുക. അങ്ങനെ ചെയ്യുന്നവരാണ് യേശുവിന്റെ ശിഷ്യന്മാര്. കുരിശ് വഹിച്ചുകൊണ്ട് ഈശോയുടെ പിന്നാലെ പോവുക എന്ന കാര്യം ശിഷ്യന്മാർക്ക് പോലും മനസ്സിലായത് അവിടുത്തെ മരണത്തിനും ഉത്ഥാനത്തിനു ശേഷമായിരിക്കാം. ഈശോയിൽ വിശ്വാസമർപ്പിക്കുന്നവരോട് സകലതും അവിടുത്തെ പ്രതിയും അവിടുത്തെ സുവിശേഷത്തെ പ്രതിയും ഉപേക്ഷിക്കാനാണ് ഈശോ ആവശ്യപ്പെടുക. സ്വയം പരിത്യജിക്കുന്നവരാണ്
സ്വർഗരാജ്യത്തിൽ മഹത്വം പ്രാപിക്കുക. 8:38 വാക്യത്തിൽ നമ്മൾ കേട്ടതാണ്, സ്വയം പരിത്യജിച്ച് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക. പുതിയൊരു മതത്തിന്റെ അനുയായികൾ എന്ന നിലയിൽ ആദിമ ക്രൈസ്തവർക്ക് വളരെയേറെ സഹിക്കേണ്ടി വന്നിരുന്നു. അവർക്ക് എങ്ങും ശത്രുക്കളായിരുന്നു. യഹൂദർ അവർ ശത്രുക്കളായി, റോമ സാമ്രാജ്യമെതിരായി, രാജാക്കന്മാരെതിരായി എങ്ങും നിന്ദനവും പീഡനവും അവർ കേൾക്കേണ്ടി വന്നു. ആ പശ്ചാത്തലത്തിൽ യേശു പറഞ്ഞ കാര്യം അവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി. ഇതോട് ചേർന്ന് പോകുന്ന വാക്യമാണ് 9:1. അവിടുന്ന് അവരോട് പറഞ്ഞു, ദൈവരാജ്യം ശക്തിയോടെ ആഗതമാകുന്നത് കാണുന്നതുവരെ മരണം പുൽകുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ദൈവരാജ്യം ശക്തിയോടെ ആഗതമാകുന്നത് കാണുന്നത് വരെ മരണം പുൽകുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? ഈശോയെ ശ്രവിച്ചവരിലോ അല്ലെങ്കിൽ ഈശോയുടെ തലമുറയിൽ ജീവിച്ചിരുന്നവരോ ഈശോ പ്രഘോഷിക്കുന്ന ആ ദൈവരാജ്യത്തിന്റെ ആഗമനം, ശക്തിയോടുകൂടിയുള്ള ആഗമനം കണ്ടിട്ടേ മരണം കൈവരിക്കുകയുള്ളൂ എന്നാണ് അവർ പറയുക. ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ എന്നുകൊണ്ട് അവിടെ ഈശോയെ ശ്രവിച്ചവർക്കോ ആ കാലഘട്ടത്തിൽ ജീവിച്ചവരോ ആകാം. തീർച്ചയായും മരണം രുചിക്കുകയില്ല എന്ന പദപ്രയോഗത്തിൽ 2 നിഷേധാത്മക പദങ്ങൾ ഗ്രീക്കില് മേ ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടും നെഗറ്റീവാണ്. ഇവിടുത്തെ പ്രസ്താവന ശക്തിയുക്തം അവതരിപ്പിക്കുകയാണ് ഈ ശൈലി വഴി. മരണം രുചിക്കുകയില്ല എന്നത് നമ്മുടെ മലയാള വിവർത്തനത്തിൽ മരണം പുൽകുകയില്ല എന്നാക്കിയിട്ടുണ്ട്. രുചിക്കുക, മരണം രുചിക്കുക, മരണം പുൽകുക. മരിക്കുകയില്ലാതെ ജീവിക്കുമെന്ന അർത്ഥത്തിലാണ് ഇങ്ങനെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കാണുന്നതുവരെ എന്നതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ അവർ ഉടനെ മരണം വരിക്കുമെന്ന് ഇവിടെ അർത്ഥം വരുന്നില്ല. ദൈവരാജ്യന്റെ ആഗമനം കാണുന്നതുവരെ അവർ മരിക്കുകയില്ല എന്നതുകൊണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ മരിക്കുമെന്ന അർത്ഥം വരുന്നില്ല എന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ദൈവരാജ്യം ശക്തിയോടെ ആഗതമാകുന്നത് എന്ന് ശൈലി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ജീവിതകാലത്ത് തന്നെ മഹത്വത്തോടെയുള്ള ദൈവരാജ്യത്തിന്റെ ആഗമനം ദർശിക്കാൻ കഴിയുന്ന ഒരു സംഭവമായിട്ടാണ്. ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, ആമേൻ ലേഗ് ഓഫ് ഹ്യൂമൻ, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അത് ഈശോ പറയുന്ന ആ പ്രസ്താവനയുടെ ഉറപ്പിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്താണ് ശക്തിയോടുകൂടി ദൈവരാജ്യം ആഗതമാകുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക? മർക്കോസിന്റെ സുവിശേഷത്തിൽ ദൈവരാജ്യവും ഈശോ എന്ന വ്യക്തിയും തമ്മിൽ അഭേദ്യമായ വിധം ഒന്നായിട്ടാണ് അവതരിപ്പിക്കുന്നത്. 8:38 നമ്മൾ വായിച്ചു കേട്ടതാണ്, മനുഷ്യപുത്രൻ വ്യഭിചരിക്കുന്നതും പാവം നിറഞ്ഞതുമായി തലമുറയിൽ എന്നെ പ്രതിയോ എന്റെ വചനത്തെ പ്രതിയോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ മാലാഖമാരോടേക്ക് വരുമ്പോൾ ലജ്ജിക്കും. അത് മഹത്വത്തോടെയുള്ള വരവാണ്. അടുത്തത് അതൊരു താക്കീതാണ്, നമുക്കറിയാം, മുന്നറിയിപ്പാണ്. അടുത്തത് ദൈവരാജ്യം ശക്തിയോടെ ആഗതമാകുന്നത് കാണുന്നതുവരെ മരണം പുൽകുകയില്ലാത്ത ചിലർ ഇവിടെ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. 2 ആഗമനം ഇവിടെ പറയുന്നുണ്ട്. ആദ്യത്തേത് പുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ പരിശുദ്ധ മാലാഖമാരോടൊക്കെ വരുന്നത്, അത് ശക്തമായ വരവാണ്, ആഗമനമാണ്. അതുപോലെ ദൈവരാജ്യം ശക്തിയോടെ ആഗതമാകുന്നു. മർക്കോസിന്റെ സുവിശേഷത്തില് ഈ രണ്ടും അഭേദ്യമായി ഒന്നായിട്ടിരിക്കുന്നു. യേശുവിന്റെ ആഗമനവും ദൈവരാജ്യത്തിന്റെ ആഗമനവും 2 അല്ല 1 എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് യേശു ചെയ്ത അത്ഭുതങ്ങള്, യേശു നൽകിയ രോഗസൗഖ്യങ്ങള്, അതെല്ലാം ദൈവരാജ്യത്തിന്റെ ആഗമനത്തിന്റെ അടയാളങ്ങളാണ് എന്ന് പറയാൻ കാരണം. എന്താണ് ദൈവരാജ്യത്തിന്റെ ആഗമനം? ദൈവരാജ്യത്തിന്റെ ആഗമനം കാണാതെ മരിക്കയില്ലാത്തവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തിലെ ഏനോക്ക്, ഏലിയ, മോശെ എന്നിവരെയാണ് എന്ന് ചിലർ കരുതുന്നു. രണ്ടാമത്തേത് ദൈവരാജ്യ ആഗമനം കാണുന്നത് ഈശോ ചെയ്യുന്ന പിശാചബാധ ഒഴിപ്പിക്കലിലാണ്. ലൂക്ക 11:20 ഈശോ തന്നെ ദൈവരാജ്യ അടയാളമായി
പിശാചിനെ പുറത്താക്കുന്ന കാര്യം എടുത്തു പറയുന്നുണ്ട്. സ്നാപക യോഹന്നാന്റെ സന്ദേശവാഹകരോട് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈശോ ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികളും ദൈവരാജ്യ പ്രഘോഷണവും ദൈവരാജ്യത്തിന്റെ ആഗമനത്തിന് അടയാളങ്ങളാണ്. 9:1 പ്രസ്താവന ഈശോയിൽ നിന്ന് ഉത്ഭവിച്ചതല്ല, മറിച്ച് ആദിമ ക്രൈസ്തവ സമൂഹത്തിന്റേതാണ് എന്ന് ചിലർ പറയുന്നു. ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ പറൂസിയ കാലദാസം നേരിട്ടപ്പോൾ അന്നത്തെ തലമുറയെ സമാധാനിപ്പിക്കാൻ കൂട്ടിച്ചേർത്തതാണ് എന്നാണ് ഇവർ കരുതുക. ഈശോയുടെ രൂപാന്തരീകരണം 9:1 പ്രവചനത്തിന് താൽക്കാലിക പൂർത്തീകരണമാണ്. ദൈവരാജ്യത്തിന് ശക്തമായ ആഗമനം സൂചിപ്പിക്കുന്നത് ഈശോയുടെ ഉത്ഥാനം, പരിശുദ്ധാത്മന ആഗമനം, ഭൗമിക സഭയുടെ കാലം എന്നിവയാണ് എന്ന് കരുതപ്പെടുന്നു. ദൈവരാജ്യത്തിന് ആഗമനം എന്ന് പറയുന്നത് മനുഷ്യപുത്രന്റെ ആഗമനം എന്ന് പറയുന്നതിന് തുല്യമാണ്. 8:38 9:1 പ്രസ്താവനകൾ ഉടനെയുള്ള പൂർത്തീകരണമായി ഈശോയുടെ രൂപാന്തരീകരണം വരാനിരിക്കുന്ന ഉത്ഥാനത്തിന്റെയും രണ്ടാമത്തെ ആഗമനത്തിന്റെയും ഒരു മുൻ ദർശനമാണ്. ഇങ്ങനെ ശക്തമായ ദൈവരാജ്യത്തിന്റെ ശക്തമായ ആഗമനം എന്നതുകൊണ്ട് ഉടനെ മനസ്സിലാക്കുന്നത് ഈശോയുടെ രൂപാന്തരീകരണമാണ്, പിന്നെ ഈശോയുടെ ഉത്ഥാനമാണ്. അതും കൂടാതെ രണ്ടാമത്തെ ആഗമനം പറൂസിയ എന്ന് നമ്മൾ അറിയപ്പെടുന്ന ഈശോയുടെ രണ്ടാമത്തെ ആഗമനം. തീർച്ചയായും ഈശോ പറഞ്ഞ വാക്കുകൾ ആദിമ ക്രൈസ്തവർക്ക് മനസ്സിലായി. നമുക്കും അതിന്റെ ആ അർത്ഥത്തിന്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലാൻ ആ പരിശുദ്ധാത്മാവിന്റെ സഹായം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.